മാനുഷിക ഐക്യത്തിന്റെ കേന്ദ്രമായി ബഷീർ സ്മാരകമായ ആകാശമിഠായി മാറ്റണമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബേപ്പൂർ BC റോഡിൽ നിർമ്മിച്ച വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും രണ്ടാം ഘട്ടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഒരുപാട് പേരുടെ കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ആർക്കിടെക്ട് വിനോദ് സുരിയൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം നാടിനു വേണ്ടി നന്ദി അറിയിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ നമ്മൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് വന്നതിന് ശേഷം ഈ ബേപ്പൂർ മറീനയും ബേപ്പൂരും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. സാംസ്കാരിക പരിപാടികൾ വളരെ സമാധാന അന്തരീക്ഷമുള്ള ശാന്തമായ പ്രകൃതി രമണീയമായ ഒരിടത്തുകൂടി നടക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നഗരത്തിലെ ചില പരിപാടികൾ നമുക്ക് ഇവിടെ നടത്തണം, അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുക. ആ രണ്ടാം ഘട്ട പ്രവർത്തനം നമുക്കെല്ലാവർക്കും ചേർന്ന് പൂർത്തീകരിച്ച് വയനാട്ടിൽ വരുന്ന നിരവധി ബഷീർ സ്നേഹികൾ ഇവിടെയും വന്നു പോകുന്ന നിലയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും ബഷീറിനെ വീണ്ടും അറിയാൻ ബേപ്പൂർ സുൽത്താനെ ഹൃദയത്തിലേറ്റിയ എല്ലാവർക്കും എത്തിച്ചേരാനും സാധ്യമാകും. മനുഷ്യരൊന്നാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യനായി കാണാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും വലുത്. ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 10.07 കോടി രൂപ ചിലവിട്ടാണ് ഒന്നാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ആധുനിക രീതിയിൽ 11,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണിത ഇരുനില കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ, കഫ്റ്റീരിയ, ശുചിമുറി, ലിഫ്റ്റ് സൗകര്യങ്ങൾ എന്നിവയുണ്ട്. ഗ്രീൻ റൂം അടങ്ങിയ ഓപ്പൺ സ്റ്റേജ്, ചുറ്റുമതിൽ, കരകൗശല അലങ്കാര വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ്, ലൈറ്റിംഗ് പ്രവൃത്തികളും ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായി. ഫേസ് ആർട്ട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത കെട്ടിടത്തിന്റെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പൂർത്തിയാക്കിയത്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ടൂറിസം വകുപ്പ് 10 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ബഷീർ ആർക്കൈവ്സ്, കിനാത്തറ, ബോർഡ് റൂം, ലൈബ്രറി എന്നിവ അടങ്ങുന്ന കൾച്ചറൽ ബിൽഡിംഗ്, അക്ഷരത്തോട്ടം തുടങ്ങിയവയാണ് രണ്ടാം ഘട്ടത്തിൽ ഒരുക്കുന്നത്.